എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓലനാണ്. കുമ്പളവും വൻപയറും ഉപയോഗിച്ചിട്ടുള്ളതും പിന്നെ മത്തനും വൻപയറും ഉപയോഗിച്ചിട്ടുള്ള ഓലനുകളാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി വൻപയർ ഇല്ലാതെ ഈ കഷ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് ഓലൻ തയ്യാറാക്കാവുന്നതാണ്. വൻപയർ ചേർക്കാതെ ഉണ്ടാക്കിയ ഓലനാണിത്. ഇതും വളരെ ടേസ്റ്റിയാണ്. വൻപയർ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇങ്ങനെയും ഉണ്ടാക്കാം. ഈ രണ്ട് ഓലനിലും ഒരേ ചേരുവകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മത്തനും കുമ്പളവും ആയിട്ടുള്ള കഷ്ണങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി അവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കുമ്പളങ്ങ കനം കുറച്ച് ചതുരത്തിൽ അരിഞ്ഞത്, മത്തൻ ചതുര കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് നുറുക്കിയത്, വൻപയർ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിൻ്റെ അവസാനം ഒഴിക്കാനാണ്, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് ആവശ്യത്തിന് 2-3, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അവസാനം കറിയിൽ ഒഴിക്കാനുള്ളതാണ്. വൻപയർ കുറച്ച് വെള്ളം മേലെ വരത്തക്ക വിധത്തിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ്. വളരെ കുറച്ചിട്ടാൽ മതി ഇപ്പം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. തലേദിവസം കുതിർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1-2 വിസിൽ വന്നാൽ തന്നെ അത് വേവും. വെന്ത് ഉടയണ്ട, നമുക്ക് അങ്ങനെ അത് എടുക്കാം. വൻപയർ വെന്ത് പാകമായിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോഴേക്ക് അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇത് കഷ്ണത്തിൻ്റെ കൂടെ നമുക്ക് അത് വെന്തതിന് ശേഷം അതിൽ ചേർത്താൽ മതി. ചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓലിനുള്ള കഷ്ണം കുമ്പളങ്ങ ഇടുകയാണ്. കുറച്ച് ഉപ്പിടാം. ഒരു 3 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് 2-3 എടുത്താൽ മതി. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇനി കുറച്ച് വൻപയർ ഇടുകയാണ്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പിരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. മിക്സായപ്പോൾ തന്നെ ഇനി കറിവേപ്പില ഇടാം. വാങ്ങി വയ്ക്കാം. കുമ്പളത്തിൻ്റെ ഓലൻ റെഡി ആയിട്ടുണ്ട്. മത്തനോലൻ വയ്ക്കുകയാണ്. കുറച്ച് വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ ഇട്ടു. വളരെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീ കൂട്ടിയിട്ട് പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കണം. ചൂടാൻ ശേഷം അടിച്ചു വയ്ക്കും. മത്തൻ്റെ കഷ്ണം വെന്ത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറുപയർ വേവിച്ചതാണല്ലോ ആദ്യം, അത് നമുക്ക് ചേർക്കാം. ഇതിലാവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ടത് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ്. ഒന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, പിരിയാൻ പാടില്ല. അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓഫ് ചെയ്തു. കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില നമുക്ക് വാങ്ങിയാൽ. മത്തൻ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.